നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു നിർണായക വിഷയത്തെക്കുറിച്ചാണ്. അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ റിച്ചാർഡ് വുൾഫ് ഇന്ത്യക്കെതിരെ US എടുക്കുന്ന നിലപാടുകളെ ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയെ പോലെയാണ് അമേരിക്ക ഇന്ത്യയോട് പെരുമാറുന്നതെന്നും എന്നാൽ അവർ സ്വന്തം കാലിൽ വെടിവെക്കുകയാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? അമേരിക്കയുടെ ഈ നിലപാടുകൾ ഇന്ത്യക്ക് ദോഷകരമാകുമോ, അതോ ലോകശക്തികളുടെ സമവാക്യത്തിൽ അതൊരു വഴിത്തിരിവാകുമോ? നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ തീരുവ വർദ്ധിപ്പിച്ചതായി ബന്ധപ്പെട്ടാണ് റിച്ചാർഡ് വോൾഫിന്റെ ഈ വിമർശനം. ഇന്ത്യയുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുന്നത് വഴി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ ഈ നീക്കം ദീർഘകാല അടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് തന്നെ ദോഷകരമാകുമെന്നാണ് വോൾഫ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തെ വെല്ലുവിളിക്കുന്നത് ആനയെ എലി മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നത് പോലെയാണെന്ന് അദ്ദേഹം ഉപമിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ഒരു രാജ്യത്തെ ലക്ഷ്യമിടുന്നത് ബുദ്ധിപരമായ നീക്കമല്ല. കൂടാതെ അമേരിക്ക ഇന്ത്യയുമായുള്ള വ്യാപാരം കുറച്ചാൽ ഇന്ത്യ എന്ത് ചെയ്യും? റഷ്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ വൂൾഫ് ഇതിന് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം ദുർബലമായാൽ ഇന്ത്യ എളുപ്പത്തിൽ മറ്റു രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധങ്ങൾ സ്ഥാപിക്കും. ഇത് അമേരിക്കയ്ക്ക് നഷ്ടമുണ്ടാക്കും. മാത്രമല്ല, ഇത് ബ്രിക്സ് പോലെയുള്ള കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തും. ബ്രിക്സ് എന്നത് വെറുമൊരു കൂട്ടായ്മയല്ല, പാശ്ചാത്യ സാമ്പത്തിക ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ കെൽപ്പുള്ള ശക്തിയാണത്. ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയുൾപ്പെടെ 10 രാജ്യങ്ങളാണ് ഇപ്പോൾ ബ്രിക്സിൽ അംഗങ്ങളായിട്ടുള്ളത്. ഈ കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം ഡോളറിന്റെ ആധിപത്യം തകർക്കുക എന്നതാണ്. ബ്രിക്സ് രാജ്യങ്ങൾ ലോക ഉൽപാദനത്തിന്റെ 35% സംഭാവന ചെയ്യുന്നു. അതേസമയം G7 രാജ്യങ്ങളുടെ സംഭാവന 28% മാത്രമാണ്. ഈ കണക്കുകൾ തന്നെ ബ്രിക്സിന്റെ വളർച്ചയുടെയും ശക്തിയുടെയും സൂചന നൽകുന്നുണ്ട്. റിച്ചാർഡ് വൂൾഫ് പറയുന്നത് പോലെ ട്രംപിന്റെ തീരുവ നയങ്ങൾ ബ്രിക്സ് കൂട്ടായ്മയെ കൂടുതൽ ഏകീകരിക്കാനും ശക്തിപ്പെടുത്താനും മാത്രമേ സഹായിക്കൂ. ലോകം ഒരു പുതിയ സാമ്പത്തിക ക്രമത്തിലേക്ക് നീങ്ങുമ്പോൾ അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾ അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അമേരിക്കയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ ഇന്ത്യയുടെ പരമാധികാരത്തെയും തീരുമാനങ്ങളെയുമാണ് ചോദ്യം ചെയ്യുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്ന് ആരോപിച്ച് തീരുവ വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യകതകളെയും താല്പര്യങ്ങളെയും പരിഗണിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞ അമേരിക്കയുടെ ഈ നയങ്ങൾ ഇന്ത്യക്ക് ഒരു തരത്തിലും ദോഷകരമാകില്ലെന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് ലോകവേദിയിൽ കൂടുതൽ സ്വതന്ത്രവും ശക്തവുമായ നിലപാടുകൾ എടുക്കാൻ ഇത് സഹായകരമാകും. തന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഇന്ത്യക്ക് അമേരിക്ക മാത്രമല്ല, മറ്റ് ധാരാളം രാജ്യങ്ങളുണ്ട്. മാത്രമല്ല, ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യം അമേരിക്ക അവഗണിക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ശക്തി അംഗീകരിച്ച് കൂടുതൽ സഹകരണത്തോടെ മുന്നോട്ട് പോവുക എന്നാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ള വിവേകപൂർണമായ ഏക വഴി. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.